Hi friends, welcome to Lino's Kitchen. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ പുഡിംഗ് റെസിപ്പിയാണ്. ഇത് എഗ്ലെസ് ആണ്, പിന്നെ ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ പേരാണ് ടിറാമിസു. അപ്പോൾ ടിറാമിസു എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഈസി 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിംഗ്, അല്ലെങ്കിൽ ഇതിന് പറയുന്നത് ടിറാമിസു എന്ന് ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മാക്ടോപ്പിൻ്റെ ബ്രാൻഡാണ്. അപ്പോൾ അതിന് ആവശ്യത്തിന് മധുരമുണ്ട്, പിന്നെ ഒരു വാനിലയുടെ ഫ്ലേവർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഹെവി ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ആണെങ്കിൽ കുറച്ച് പഞ്ചസാരയും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം ഞാനിത് സോഫ്റ്റ് പീക്സ് ആക്കി വിപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിത് സോഫ്റ്റ് പീക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഇതാണ് മാസ്കർപോണെ ചീസാണ്. ഇത് ഇപ്പോൾ ഇവിടെയൊക്കെ അവൈലബിൾ ആണ്, കാർഫോറിലായാലും ലുലുവിലൊക്കെ ആയാലും അവൈലബിൾ ആണ്. പിന്നെ ഇത് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ക്രീം ചീസും സോർ ക്രീമും കൂടെ ഉള്ള കോമ്പിനേഷൻ ചേർക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു ബോക്സ് എടുക്കുന്നുണ്ട് 250 ഗ്രാമിൻ്റെ. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് എടുക്കുന്നതിന് മുമ്പ് റൂം ടെമ്പറേച്ചറിലായിരിക്കണം, കാരണം അത് സോഫ്റ്റ് ആയാലേ നമുക്കിതിനകത്ത് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് ചേർക്കാൻ പോവാണ്. അപ്പോൾ ഇനി നമുക്കിത് രണ്ടും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, സ്റ്റിഫ് പീക്സ് ആവുന്ന വരെ. ഒഴുകി പോവാത്ത ആ രീതിയിൽ വേണം വിപ്പ് ചെയ്തെടുക്കാൻ, അല്ലേ? അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ആവുന്ന വരെ നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാം, പെട്ടെന്ന് മെൽറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ ഇവിടെ വേണ്ടത് കോഫിയാണ്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതാണ്. എന്നിട്ട് ഇത് തണുക്കണം. അപ്പോൾ ആദ്യമേ കോഫി ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് ക്രീം വിപ്പ് ചെയ്തെടുത്താലും മതി. പിന്നെ നമുക്ക് വേണ്ടത് ഈ ബിസ്ക്കറ്റ് ആണ്. ഇതിന് പറയുന്നത് ലേഡി ഫിംഗർ ബിസ്ക്കറ്റ് ആണ്. അതിങ്ങനെ ഇരിക്കും കാണാൻ. അപ്പോൾ ഈ ടിറാമിസു ഇത് ഒരു ഇറ്റാലിയൻ ഡെസേർട്ട് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബിസ്ക്കറ്റ് ആണ് ഇത്. അപ്പോൾ ഇതാണ് ലേഡി ഫിംഗർ ബിസ്ക്കറ്റ്. അപ്പോൾ ഇത് ആണ് സാധാരണ ടിറാമിസുവിന് യൂസ് ചെയ്യുന്നത്. ഇത് ഇപ്പോൾ ഇവിടെ മേടിക്കാനൊക്കെ കിട്ടുന്ന ബിസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇതും വേണം ഒരു പാക്കറ്റ്. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് എടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, അതായത് 200 ഗ്രാമിൻ്റെ. നമ്മുടെ ട്രേയുടെ സൈസൊക്കെ അനുസരിച്ച് നമുക്ക് നോക്കാം എത്ര ബിസ്ക്കറ്റ് വേണ്ടി വരുമെന്നൊക്കെ. ഞാനിപ്പോൾ ഒരു വലിയ ട്രേ ആണ് എടുക്കുന്നത്. അതിനനുസരിച്ച് നമുക്കിത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ട്രേ ആണ് എടുക്കുന്നത്. ഇത് ഓവൽ ഷേപ്പാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഏത് ഷേപ്പ് ആയാലും കുഴപ്പമില്ല. നമുക്ക് അതിനനുസരിച്ച് ബിസ്ക്കറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ഇരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് ലേഡി ഫിംഗർ ബിസ്ക്കറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒടിച്ചിട്ടായാലും വെക്കാം. പക്ഷെ ആദ്യം നമ്മൾ വെക്കുന്നതിന് മുമ്പ് ഇത് കോഫിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം ഇത് അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ ഞാനിപ്പോൾ ഈ ബിസ്ക്കറ്റ് കോഫിയിലേക്ക് മുക്കാൻ പോവാണ്. പിന്നെ ഒത്തിരി അങ്ങ് മുക്കി എടുക്കല്ലേ, പിന്നെ അത് സോഗി ആയി പോവും. ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ച് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക, ഇത്ര മതി. എന്നിട്ട് നമുക്കിത് ട്രേയിലേക്ക് അറേഞ്ച് ചെയ്യാം. ജസ്റ്റ് നമ്മൾ ഒത്തിരി അത് മുക്കിയ ബിസ്ക്കറ്റ് അങ്ങ് പൊട്ടിപ്പോവും. നമ്മൾ സാധാരണ ചായയൊക്കെ കുടിക്കുമ്പോൾ ബിസ്ക്കറ്റ് മുക്കത്തില്ലേ, അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ബിസ്ക്കറ്റ് ചായക്കകത്തിരിക്കൂലേ, അതുപോലെ തന്നെ. അപ്പോൾ ഒത്തിരി അങ്ങ് മുക്കല്. അപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല, കാരണം നമ്മൾ ലെയർ ചെയ്ത് വരുമ്പോൾ അത് ശരിയായിക്കോളും. അപ്പോൾ കുറച്ച് ബിസ്ക്കറ്റൊക്കെ ഒടിച്ച് വെച്ചാലും ആ ട്രേയുടെ സൈസിൽ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒടിച്ച് വെച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ച ക്രീമിൻ്റെ മിക്സ്ചർ നമുക്കിതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് അളവൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് കവർ ചെയ്യുന്ന അത്രയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര സിമ്പിളാണ് ഈ ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ
2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണമെന്നേ ഉള്ളൂ. പക്ഷെ അതല്ലാതെ 10 മിനിറ്റിനുള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ആൻഡ് ഈ പുഡിങ്ങിന് അത്രയും മധുരമൊന്നുമില്ല, അപ്പോൾ ഒത്തിരി സ്വീറ്റും അല്ല, നല്ല ടേസ്റ്റുമാണ്, കോഫി ഫ്ലേവറാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ബിസ്ക്കറ്റ് കോഫി മുക്കി അടുത്ത ലെയറും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ലെയർ ബിസ്ക്കറ്റും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീം ഒന്നുകൂടെ ഒരു ലെയർ ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ പാൻ അല്ലെങ്കിൽ ട്രേ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 4 ലെയറൊക്കെ വരെ നിങ്ങൾക്ക് അല്ലെങ്കിൽ 3 ലെയർ കിട്ടും. പിന്നെ ബിസ്ക്കറ്റൊക്കെ അളവ് അതിനനുസരിച്ച് നോക്കിയെടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു പാക്കറ്റ് ഫുൾ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ അടുത്ത പാക്കറ്റിൻ്റെ പകുതിയും, അപ്പോൾ 1.5 പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ക്രീം മിക്സ്ചർ കറക്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഇത് എഗ്ലെസ് ആണ്, ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അടുത്ത ലെയറും ഞാൻ ക്രീം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ഒരു ലെയറും കൂടെ ആക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് കോക്കോ പൗഡർ ഒരു അരിപ്പയിൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഇങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുഡിംഗ്. നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. 1-2 മണിക്കൂർ വെച്ചാൽ മതി. എന്നിട്ട് സെറ്റായി കഴിഞ്ഞിട്ട് ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ. അപ്പോൾ ടിറാമിസുവിൻ്റെ റെസിപ്പി എല്ലാവരും കണ്ടല്ലോ, ഭയങ്കര സിമ്പിളല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും വേറൊരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനൂസ് കിച്ചൻ.